നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭരത് ചന്ദ്രൻ IPS എന്ന സുരേഷ് ഗോപി കഥാപാത്രത്തെ മലയാളികൾ നെഞ്ചിലേറ്റിയതാണ്. സുരേഷ് ഗോപി പോലീസ് വേഷത്തിൽ കസറിയ ചിത്രമാണിത്. കമ്മീഷണർ സിനിമയിലെ ഭരത് ചന്ദ്രൻ എന്ന കഥാപാത്രത്തെ വെല്ലുന്ന മറ്റൊരു കഥാപാത്രമുണ്ടോ എന്നത് തന്നെ സംശയകരമായ കാര്യമാണ്. ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായിരിക്കുകയാണ്. ഇതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ, ഒരു വശത്ത് ശക്തിയായി തന്നെ വിമർശനങ്ങളുണ്ട്. അതിലേറ്റവും വലിയ വിമർശനമാണ് കമ്മീഷണർ സിനിമയിലെ ഭരത് ചന്ദ്രൻ IPSൽ നിന്ന് ഇപ്പോഴും ഇറങ്ങി വന്നിട്ടില്ല എന്ന വിമർശനം സുരേഷ് ഗോപി നേരിടുന്നുണ്ട്. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ്. അയാൾ ഇപ്പോഴും സിനിമയിൽ നിന്നും ഇറങ്ങി വന്നിട്ടില്ല എന്നാണ് ചിലർ പറയുന്നത്. അയാൾ ഇപ്പോഴും ഭരത് ചന്ദ്രനാണെന്നാ പറയുന്നത്. എന്താ ഭരത് ചന്ദ്രന് കുഴപ്പം? എന്റെ തണ്ടലിന്റെ ഗുണമാണ് ഞാൻ കാണിക്കുന്നത്. അത് ഭരത് ചന്ദ്രനിലൂടെ സ്വാംശീകരിച്ചതാണ്. ഭരത് ചന്ദ്രനെ കണ്ടുകൊണ്ട് എത്ര IPSകാരാണ് ഈ രാജ്യത്ത് നീതി നിർവഹണം നടത്തുന്നതെന്ന് അന്വേഷിക്കൂ. മലയാളികൾ മാത്രമല്ല, രാജ്യം മുഴുവൻ ഓഡിറ്റ് ചെയ്യൂ. അപ്പോഴറിയാം. നിങ്ങളത് പറയുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നു, പക്ഷെ അതിന്റെ വ്യംഗ്യം ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലാകുമെന്നാണ് സുരേഷ് ഗോപി ഈ ഒരു വിമർശനത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളെ വിമർശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത് ഇന്ദിരാഗാന്ധിയെയും K. കരുണാകരനെയും കുറിച്ചുള്ള തന്റെ പരാമർശം മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിച്ചു എന്നാണ് സുരേഷ് ഗോപി വിമർശിക്കുന്നത്. കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവും കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധി എന്നുമാണ് താൻ പറഞ്ഞത്. തന്റെ പ്രയോഗത്തിൽ തെറ്റുപറ്റിയിട്ടില്ല, എന്നാൽ അത് തെറ്റായി പ്രചരിപ്പിച്ചു. ഇത്തരം കാര്യങ്ങൾ മുഖവിലക്കെടുക്കില്ല, മാധ്യമങ്ങളെ വിലക്കിയിട്ടില്ല. ഇത്തരത്തിലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് താൻ അകലും, കലാകാരനായി പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. പൂങ്കുന്ന മുരളി മന്ദിരത്തിൽ കരുണാകരനെയും കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി എത്തിയിരുന്നു. പുഷ്പാർച്ചന നടത്തിയ ശേഷം തനിക്ക് മാതൃകകളായവരെ പറ്റി സുരേഷ് ഗോപി പറഞ്ഞ ആ വാചകമാണ് വിവാദമായത്. ഇതിന് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വന്ന സാഹചര്യത്തിലായിരുന്നു സുരേഷ് ഗോപിയുടെ വിശദീകരണം. അതേസമയം കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെത്തിയ സുരേഷ് ഗോപിക്ക് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലും സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും സ്വീകരണം നൽകി. തൃശൂരിലെ ജനത BJPക്ക് നൽകിയ തങ്ക കിരീടമാണ് വിജയമെന്നും 1.5 വർഷം നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണതെന്നും തൃശൂരിലെ MP ആയി ഒതുങ്ങില്ല, കേരളത്തിന്റെ MP ആയിരിക്കും, തന്റെ ശ്രദ്ധ തമിഴ്നാട്ടിലുമുണ്ടാകും, തമിഴ്നാടിന് വേണ്ടിയും പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കും മുൻമന്ത്രി KK ശൈലജയ്ക്കും ഒപ്പമുള്ള ചിത്രം പങ്കുവച്ച് സംവിധായകൻ മേജർ രവി രംഗത്ത് വന്നു. വന്ദേ ഭാരതിൽ വെച്ചായിരുന്നു ഈ അപ്രതീക്ഷിത കൂടിക്കാഴ്ച നടന്നത്. കേന്ദ്രമന്ത്രിയായതിനു ശേഷം SDയുമായുള്ള എന്റെ ആദ്യ കൂടിക്കാഴ്ച വന്ദേ ഭാരതിൽ എന്നാണ് മേജർ രവി പറഞ്ഞത്. ഒരു വലിയ ആലിംഗനത്തോടെ SDയെ അഭിനന്ദിക്കുന്നു. പിന്നെ KK ശൈലജ ടീച്ചറെയും അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി. ഈ നിമിഷം ഇഷ്ടപ്പെട്ടു, ജയ് ഹിന്ദ് എന്നായിരുന്നു മേജർ രവി ഇവർക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.